കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആത്മോ. കോൺഗ്രസിന്റേത് ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണെന്ന് ഗീതാഞ്ജലി. കോൺഗ്രസ് വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ നൽകുന്നില്ലെന്നും വിമർശനം. സോനം വാങ്ചുക്കിന്റെ പ്രതിച്ഛായയെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും ഗീതാഞ്ജലി. ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രതികരണത്തിലായിരുന്നു വിമർശനം. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. No, we are aligned with the future of the nation and we are aligned with every political party, every well-meaning individual that wants to take India to the next level. And as was evident from the protest outside PM's house yesterday, that everybody knows that it lacked sincerity. You know, it would have been more sincere if it had been done by joining hands at Jantar Mantar. So the public cannot be fooled anymore, Rajdeep. This is an awakened India. Awakened India's movement has shown us and shown every political leader that they have to now walk the talk. They cannot, gaslight anymore. They cannot be insincere anymore. എന്തായാലും കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ആത്മാർത്ഥത ഇല്ലാത്ത നിലപാടാണ് ഇപ്പോൾ ഗീതാഞ്ജലിയും ചോദ്യം ചെയ്യുന്നത്. നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, നമുക്കറിയാം തുടക്കം മുതൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. തുടക്കത്തിൽ ഒന്നും കോൺഗ്രസിനെ CJPയുടെ സമരമുഖത്തൊന്നും കണ്ടിരുന്നില്ല. പിന്നാലെ അതിരൂക്ഷ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ മുഖം രക്ഷിക്കാനൊരു സമരം. അതുതന്നെയാണ് ഇപ്പോൾ ഗീതാഞ്ജലിയും ഉയർത്തുന്ന വിമർശനമല്ലേ? ജന്തർ മന്ദറിൽ പാറ്റകൾ സമരം ആരംഭിച്ചത്. ആ സമരത്തിൻ്റെ തുടക്കം മുതൽക്ക് ഇന്ന് വരെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ SFI, ASF, ഐസ ഇവരെല്ലാം തന്നെ സജീവമായി പങ്കാളികളായിരുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കൾ, CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിൽ പങ്കാളികളായിരുന്നു. അവരുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു, സജീവ പിന്തുണയും ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് ഇതിൽ നിന്നും ബോധപൂർവം അകന്നു നിൽക്കുക മാത്രമല്ല, ഈ സമരത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് കൈക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് ഈ സമരത്തിന് പിറകിൽ BJP ആണ്. ആ രീതിയിൽ സമരത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമരം ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി വളർന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ഒരു ബദൽ പ്രതിപക്ഷമായി ഇവർ മാറുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ടായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവും. ഈ കാരണം കൊണ്ടാണ് ഇത്ര അടുത്ത ദിവസങ്ങൾ വരെ കോൺഗ്രസ് ഇതിൽ നിന്നും അകലം പാലിച്ചു നിന്നത്. എന്നാൽ ചൊവ്വാഴ്ചയോടുകൂടി സമരത്തിൻ്റെ രൂപം മാറി. ഒരു പാർലമെൻ്ററി മാർച്ച് പാറ്റകൾ അവർ ആസൂത്രണം ചെയ്തു. അവർ ആ രീതിയിൽ പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെ വലിയ പോലീസ് അതിക്രമമുണ്ടായി. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. എന്നാൽ ഇതിനെ തുടർന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലേക്ക് മാത്രമല്ല രാജ്യത്തുടനീളം ഈ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. രാജ്യത്തിന് പുറത്ത് ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലായാലും അതുപോലെ ബ്രിട്ടനിലായാലും എല്ലാം തന്നെ ഇതിനെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ അവിടെ തെരുവിലിറങ്ങുന്ന ഈ കാഴ്ചകളെല്ലാം ഉണ്ടായി. ഇതോടുകൂടിയാണ് കോൺഗ്രസ് നിലപാട് മാറ്റുകയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഈ സമരത്തിൽ പങ്കാളികളായത്. ഇപ്പോൾ സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ ഗീതാഞ്ജലി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഗീതാഞ്ജലി പറയുന്ന കാര്യം എന്തെന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ അതായത് ചൊവ്വാഴ്ച വരെ ഈ വിഷയത്തിൽ ഇടപെടാൻ കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസ് ഇപ്പോൾ ഇടപെടുന്നതിൻ്റെ ഒരേ ഒരു കാരണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നതാണ്. ഈ സമരത്തിൽ നിന്ന് അകലം പാലിക്കുക. ഒപ്പം തന്നെ ജന്തർ മന്ദറിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട യാതൊരുവിധ പിന്തുണയും നൽകാതിരിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നത് വെറും രാഷ്ട്രീയ നേട്ടത്തോടുകൂടിയുള്ള കപട നാടകം മാത്രമാണ്. ഇതാണ് ഗീതാഞ്ജലി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഗീതാഞ്ജലി പറയുന്നത് കോൺഗ്രസിൻ്റെ ഈ നിലപാട് ഒരു കാരണവശാലും വിശ്വസിക്കരുത്. കോൺഗ്രസിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സമരത്തിൽ പങ്കാളികളാവണം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്, NSU എന്നാണ് അതിൻ്റെ പേര്. NSUവിനെ എവിടെയും കാണാനില്ല. നമ്മൾ ആലോചിക്കുക, മറ്റ് SFIയും ASFും അതുപോലെ ഐസയും എല്ലാം തന്നെ അവരെല്ലാം സജീവമായി പങ്കാളികളായിരുന്നു. അവരുടെ നേതാക്കൾ നിരാഹാരമനുഷ്ഠിച്ചു, അവിടെ നിരാഹാര സമരത്തിലുണ്ടായിരുന്നു. അവർക്കെല്ലാം പലർക്കും ഗുരുതരമായ രീതിയിൽ പരിക്കുപറ്റി. അവിടെയൊന്നും NSU ആ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ഇതൊന്നും ചെയ്യാത്തവർ ഇപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിനായി രംഗത്തിറങ്ങുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഇതാണ് ഗീതാഞ്ജലി വ്യക്തമാക്കിയിരിക്കുന്നത്. രാജേന്ദ്രൻ, മറ്റൊരു കാര്യം, ഈ
ജന്തർ മന്ദറിലേക്ക് ഇതുവരെ രാഹുൽ ഗാന്ധിയോ ഒരു കോൺഗ്രസ് നേതാവ് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അതീവ സുരക്ഷാ മേഖലയാണ്, അവിടെ എത്തി ഒരു സമരം നടത്തി ഈ സമരത്തിന്റെ ശ്രദ്ധയാകെ തെറ്റിച്ച് കോൺഗ്രസിലേക്കും കോൺഗ്രസ്സാണ് ഈ സമരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നൊരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ മാത്രമാണ് ശ്രമം നടന്നിരിക്കുന്നത്. മറ്റ് ജന്തർ മന്ദറിലേക്ക് എത്താത്തതും വലിയ പ്രതിഷേധാർഹമാണല്ലേ? തീർച്ചയായിട്ടും ഈ ജന്തർ മന്ദറാണ് സമരകേന്ദ്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമരത്തിന് ആസ്പദമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന വൻ അഴിമതിയാണ്. ചോദ്യപേപ്പറുകൾ ചോരുന്നു, അതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നു. ആ മാഫിയ സംഘത്തിന് നേതൃത്വം നൽകുന്നത് BJP ആണ്, BJP നേതാക്കളാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ ഇവിടെ രാജ്ഭവനിലേക്ക് നടന്ന മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. അതായത് ഇതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ചയാണ്. ആ ചോർച്ച എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഒരു പെട്ടെന്നുണ്ടായ ഒന്നല്ല. അതിന് പിറകിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയ സംഘം ചോദ്യപേപ്പറുകളെല്ലാം തന്നെ ചോർത്തി അത് പണം വാങ്ങി ഒരു വിഭാഗം കുട്ടികൾക്ക് നൽകുന്നു. അങ്ങനെ ഈ പരീക്ഷാ സംവിധാനം പൂർണ്ണമായും അട്ടിമറിക്കുന്നു. ആ മാഫിയ സംഘത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ പ്രമുഖനായൊരു BJP നേതാവാണ്. യുവമോർച്ചയുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനേശ് എന്ന നേതാവാണ് ആ മാഫിയ സംഘത്തിൻ്റെ നേതാവ്. ഈ മാഫിയ ദിനേശിനെ അറസ്റ്റ് ചെയ്തു, ശരിയാണ്, അറസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ദിനേശ് ഒരിക്കലും തനിച്ചത് ചെയ്യില്ല. ദിനേശിന് ഉന്നതരായ നേതാക്കന്മാരുമായി ബന്ധമുണ്ട്, പലരുടെയും ബിനാമിയാണ്. മാത്രമല്ല ഇത് സ്വകാര്യ ഈ ഒരു നീറ്റ് പരിശീലന സ്ഥാപനങ്ങൾ, അതുപോലെ നീറ്റിലെ ഉദ്യോഗസ്ഥർ, പ്രമുഖരായ BJP നേതാക്കൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ നേതാക്കൾ എന്നിവരെല്ലാം അടങ്ങിയ വലിയൊരു മാഫിയ സംഘമാണ്. അവർക്കൊന്നും എതിരെ ശക്തമായ നടപടിയെടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. ഇന്ന് പറഞ്ഞത് നടപടിയെടുക്കുമെന്നാണ്. പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞത് നടപടിയെടുക്കുമെന്നാണ്. ഇത് തുടങ്ങി ഒരു 3 മാസത്തോളമായി ഇതേവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല, കാര്യമായ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഈ സമരം ആരംഭിച്ചത്. ഈ സമരം ദീർഘകാലം, ഇത് ഒരുപാട് ദിവസങ്ങളോളം, ആഴ്ചകളോളം ഈ സമരത്തെ പൂർണ്ണമായും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അവഗണിച്ചിരുന്നു. ഈ ദേശീയ മാധ്യമങ്ങളെല്ലാം, അറിയപ്പെടുന്ന ദേശീയ മാധ്യമങ്ങളെല്ലാം ഇപ്പോഴും അവഗണിക്കുകയാണ്. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ലോകശ്രദ്ധ നേടുന്ന ഒരു സമരമായി ഇത് മാറിയത്. ഈ ലോകത്തെ പ്രധാനപ്പെട്ട ന്യൂയോർക്ക് ടൈംസ്, അതുപോലെ വാഷിങ്ടൺ പോസ്റ്റ്, ഗാർഡിയൻ തുടങ്ങിയ ഈ പത്രങ്ങളുടെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇവിടെ ദില്ലിയിലും അതുപോലെ രാജ്യത്തെല്ലാം നടക്കുന്ന ഒരു വിദ്യാർത്ഥി സമരം. എന്നാൽ ഇത്തരം ഒരു സമരത്തോടെ ഏറ്റവും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഏറെ കാലം തന്നെ പൂർണ്ണമായും അകലം പാലിച്ചു. ഈ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള സമീപനം കൈക്കൊണ്ടു. എന്നാൽ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ സമരം വലിയൊരു മുന്നേറ്റമായി, വിദ്യാർത്ഥി യുവജന മുന്നേറ്റമായി മാറിയപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം എടുക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നത് അവസരവാദപരമാണ്. ഇവരെ വിശ്വസിക്കരുതെന്നാണ് ഈ സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ ഗീതാഞ്ജലി പറഞ്ഞത്. ഇതിന് കോൺഗ്രസ് നേതാക്കൾ യാതൊരു സംശയവും വേണ്ട, മറുപടി പറയുക മാത്രമല്ല അവർ ഇനിയെങ്കിലും ആ ജന്തർ മന്ദറിലെത്തി ഈ സമരത്തിൽ പങ്കാളികളാവണം. കാരണം ഒരുപാട് പേർക്കെതിരെ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സമരം ചെയ്ത കുട്ടികൾക്കെതിരെ UAPA, NSA ഇതെല്ലാം ചുമത്താനുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലെ കടകളെല്ലാം അടയ്ക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടുതൽ ശക്തമായ പോലീസ് ആക്ഷൻ അവിടെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത്തരം ഘട്ടത്തിൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ എന്ത് ചെയ്യുമെന്ന് നിലപാട് വ്യക്തമാക്കണം. അതാണ് ഇവരുടെ സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ശരി, എന്തായാലും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ. ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആത്മാർത്ഥതയില്ലാത്തതാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗീതാഞ്ജലി. എന്തായാലും വ്യാപക വിമർശനം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സമാന വിമർശനം കോൺഗ്രസിനെതിരെ ഉയരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഗീതാഞ്ജലിയുടെ ഇത്തരത്തിലുള്ളൊരു തുറന്നടിക്കൽ എന്നതും കൂടി ശ്രദ്ധേയമാണ്. കെ രാജേന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.